ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ലെറ്റ്സ് പ്ലേൻ്റെ പാർട്ട് 4 ആണിത്. നമ്മൾ പാർട്ട് 3യിൽ നമ്മളെ വീട് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇന്ന് നമ്മൾ സെറ്റാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഫുഡൊന്നും ഒരുക്കട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് വേൾഡിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വെട്ടട്ടെ. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വേൾഡിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ നമുക്ക് 1K അടിക്കാനായിട്ട് കുറച്ചും കൂടി മതി. അപ്പോൾ എന്തായാലും ഞാനിനി ഡ്യൂപ്ലിക്കേറ്റ് വേൾഡ് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് വേൾഡ്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് കണ്ടു, വെള്ളം വെച്ചിട്ടാണ് സെറ്റ് ആയിട്ടുള്ളത്. ഇതുപോലെയാണ് നമുക്ക് നമ്മളെ ഒറിജിനൽ വേൾഡിൽ ചെയ്യേണ്ടത്. കാരണം നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതിന്. അപ്പോൾ ഇതാണ് നമ്മൾ ഒറിജിനൽ വേൾഡിലും കൂടി ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ അതുമാത്രമല്ല, ഇവിടെ നമ്മളൊരു കുളം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കാട് നിറച്ച്. ഇവിടെ ഒരു മരം നട്ടിട്ട് ഇത് വളർന്നിട്ട് ഇവിടെ ഇങ്ങനെ നടുക്കൊരു വെള്ളം കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒരു കുളം എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മളെ ഒറിജിനൽ വേൾഡ് കയറിയിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കാനായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഒറിജിനൽ വേൾഡ് കയറാം. ഗൈസ്, നമ്മളെ ഒറിജിനൽ വേൾഡ് കയറിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ സെറ്റാക്കണം. ഇതിനായിട്ട് നമുക്ക് വാട്ടർ ബക്കറ്റ് വേണം. നമ്മളടുത്ത് 5 അയൺ ഉണ്ട്. ഇതിന്ന് നമുക്ക് 3 എണ്ണം എടുക്കാം. 3 എണ്ണം. ഓക്കെ, ഇതും കൊണ്ടൊരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയിരുന്നു. ഇനി അവിടുത്തെ ഒരു കുളത്തുനിന്ന് പോയിട്ട് വേണം വെള്ളം എടുക്കാൻ. നമ്മൾ വെള്ളം എടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ആ കുളം. ഇവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്ലാസ്സൊക്കെ സെറ്റാക്കാനായിട്ട് സാൻഡൊക്കെ കുഴിച്ചെടുത്തത്. ഇനി എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഒരു അൺലിമിറ്റഡ് വാട്ടറിൻ്റെ മറ്റേ പൂൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ അവിടെ വേണം, നമുക്ക് മേലൊക്കെ ഉണ്ടാക്കാം. നമ്മളെ വീടിൻ്റെ അടുത്തോട്ട് ഉണ്ടാക്കാം. നമ്മൾ മറ്റേൽ ഇവിടെ അല്ലേ, നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കാം. ഡ്യൂപ്ലിക്കേറ്റിൽ ഈ സൈഡിലായിട്ടല്ലേ വരുന്നത്. നമുക്ക് ഇവിടെ കുഴിച്ചുണ്ടാക്കാം. 4 ബ്ലോക്ക് ഇങ്ങനെ കുഴിക്കുക. എന്നിട്ട് ഇവിടെ ഈ സൈഡിൽ ഒന്നും നമുക്ക് ഇനിയും പോകണം. എന്നിട്ട് വേഗം കോരിയിട്ട് ഇടാം. നമ്മൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് കോരി എടുക്കണം. അതിന് മുമ്പ് നമ്മൾ രാത്രിയാവുണ്ട്, നല്ല വ്യൂ, ഏതാ സെറ്റ് വ്യൂ കേട്ടോ. എന്തായാലും നമുക്ക് കിടന്നുറങ്ങിയിട്ട് നമുക്ക് ബാക്കി സെറ്റാക്കാം. നമ്മളിവിടുത്തെ മരം വെച്ചിട്ടില്ലല്ലോ, ഇവിടെ ഈ ഒരു സ്പേസിലുള്ള മരം, അത് നമുക്ക് വെട്ടി റെഡിയാക്കാം. വെട്ടാൻ അതിന് മുമ്പ് നമുക്ക് ഒന്ന് കിടന്നുറങ്ങാം. അപ്പോൾ നമ്മൾ കിടന്നൊക്കെ ഉറങ്ങി എണീച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വുഡിൻ്റെ ഒരു പീസ് വേണം. അത് നമുക്ക് ഇവിടെ നിന്ന് വെട്ടിയെടുക്കാം. അവിടെ നിന്ന് വെട്ടണ്ടല്ലേ, നമുക്ക് അവിടെ എല്ലാം ഒന്ന് വളരട്ടെ. നമുക്ക് ഈ സൈഡിലോട്ട് പോയിട്ട് വെട്ടിയിട്ട് വരാം. നമ്മൾ 22 എണ്ണം വെട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്ലാബ് ഡോർ ഉണ്ടാക്കാനായിട്ട് കുറച്ചെണ്ണം വേണം. പിന്നെ അവിടെ വെക്കാനായിട്ട് 1 മതി. ബാക്കിയൊക്കെ നമുക്ക് സ്ലാബ് ഡോർ ഉണ്ടാക്കാനായിട്ടൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വലിഞ്ഞ് കയറലാണ് ഏറ്റവും വലിയ പണി. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഓക്കെ. ഇനി നമുക്ക് നേരെ പോവാം ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. അവിടെ പ്ലാങ്ക് ആക്കണം. പ്ലാങ്ക് 92 പ്ലാങ്ക് കിട്ടും. കുറച്ച് പ്ലാങ്ക് നമുക്ക് 8 എണ്ണം മതിയാവും. 12 എണ്ണം ഉണ്ടാക്കി നോക്കാം. 12 എണ്ണം ഉണ്ടാക്കി നോക്കാം അത് ആദ്യം. ഓക്കെ, ഇനി സ്ലാബ് ഡോർ 12 എണ്ണം ഉണ്ടാക്കാം. ഇനി ഇത് തികഞ്ഞില്ലെങ്കിൽ ഇനിയും ഉണ്ടാക്കാം. ഇനി നമുക്ക് ബാക്കി 12 എണ്ണം ഉണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് അവിടെ ഒന്നും കൂടി വെക്കാനായിട്ടുണ്ട്. കുറച്ച് വെള്ളം. നേരെ പോവുക. എന്നിട്ട് ഇവിടെ ഫുഡൊന്നും എടുക്കട്ടെ. നമ്മുടെ അടുത്ത് ഫുഡില്ല. ഈ വേൾഡിൽ ഏറ്റവും കഷ്ടമുള്ള പണി എന്ന് വെച്ചാൽ ഫുഡില്ലാത്തതാണ്. ഫുഡ് കണ്ടുപിടിക്കാനാണ് പണി. അപ്പം നമുക്കിനി ഇവിടുത്തെ ഈ ബ്ലോക്കൊക്കെ ഒന്ന് അങ്ങോട്ട് മൈൻ ചെയ്ത് മാറ്റി വെക്കാം. ഇത് ഇവിടെ നിന്നൊക്കെ ഈ താഴത്തെ ഇതും കൂടി ഒന്ന് കുഴിച്ച് സെറ്റാക്കണം കേട്ടോ. ഇതിന് മുമ്പ് ഇവിടെ ഒന്ന് ഇങ്ങനെ കുഴിച്ച് മാറ്റി വെക്കാം. ഓക്കെ, ഇനി ഈ ലൈനിലുള്ളത് കുഴിക്കണം. ഓക്കെ, അവിടുത്തെ ഒന്നും കുഴിച്ചില്ല കേട്ടോ. നമുക്ക് കുഴിക്കാം. ഇവിടുത്തെ കുഴിച്ചിട്ട് ഇനി ഇവിടെ ഒന്നുണ്ട്, ഇതും കൂടി ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്ലാബ് ഡോറൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ അതൊന്ന് വെച്ചിട്ട് ഇനി സ്റ്റോൺ എടുത്തിട്ട് ഇവിടെ ഒന്ന് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇവിടെ ഈ അറ്റത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കുക. ആ മരത്തിൻ്റെ സ്റ്റോണിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുക. ഇനി ഇവിടെയും കൂടി ഒന്ന് വേണം. അത് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ, കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചോളാം കേട്ടോ. ഒരു സ്റ്റോൺ അവിടെ കുടുങ്ങി.
ഇനി ഇവിടേക്ക് നമ്മൾ ഇവിടെ അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇവിടെ ഒന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് വെച്ചാൽ മതി. ബാക്കി ഇവിടെ ഒന്ന്, ഇവിടെ ഒന്നും കൂടി വെക്കാണ്ട് ഗൈസ്. ഒന്നല്ല 2 വെക്കാണ്ട് നമുക്ക് അതിൻ്റെ സെൻട്രലായിട്ട് ഇവിടെ ആയിട്ട് ഒന്ന് വെക്കാനായിട്ടുണ്ട്. ഇത് സിമ്പിളാണ് ഇവിടെ വെക്കാനായിട്ട്. ഓക്കെ, ഇനി ഇവിടെ വെള്ളം ഒഴിക്കാം. ഇവിടെ വെള്ളം ഒഴിക്കുക. ഇനി പോയിട്ട് വെള്ളം എടുത്തിട്ട് വരണം. നമുക്ക് ചുറ്റും വെച്ചിട്ട് കാണാം കേട്ടോ. നമ്മൾ ഇവിടെ ഒരു സൈഡ് ഫുള്ള് റെഡിയാക്കി. ഇനി ഇവിടുത്തെ ഒരു സ്റ്റോണും കൂടി അങ്ങോട്ട് എടുക്കുക. ഓക്കെ, ഇനി ഈ സൈഡും കൂടി ഒന്ന് സെറ്റ് ആക്കണ്ട. അതിന് സ്ലാബ് ഡോറ് നമ്മുടെ അടുത്ത് 3 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി സ്ലാബ് ഡോർ വേണം. ഇവിടുത്തെ കുഴിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലാബ് ഡോർ ഉണ്ടാക്കാം. സ്ലാബ് ഡോറ് ഓക്കെ 12 6 മതി തോന്നുന്നുണ്ടല്ലേ. 8 11 കിട്ടി സ്ലാബ് ഡോറ്. ഇനി ഇവിടെ ആയിട്ട് വെക്കാൻ പറ്റുമോ? അവിടെ അല്ലേ എടുക്കുക ഗൈസ്. നമുക്ക് ഈ സൈഡിൽ ഇവിടെ ഒരു സ്റ്റോൺ വെക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് കറക്റ്റ് അല്ലേ ആണ്. ഇനി ഇരുന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ വെച്ച് പോയാൽ മതി. സിമ്പിളാണ്. ഇവിടെയും കൂടി വെച്ചാൽ ഈ സൈഡത്തെ കംപ്ലീറ്റ്. ഇനി അപ്പുറത്തെ സൈഡിലാണ്. ഇവിടെ വെക്കാൻ കുറച്ച് പണി. ഇവിടെ ഒന്ന്, ഇനി ഇവിടെ ഒന്ന്. ഓക്കെ, ഇനിയും വെക്കാണ്ട് ഗൈസ് ഒന്നും കൂടി. ബാക്കി 3 സ്ലാബ് ഡോർ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലെറ്റ്സ് പ്ലേ തുടങ്ങിയിട്ട് നമ്മൾ 13 ഡേയ്സ് ആയിട്ടുണ്ട് മൈൻക്രാഫ്റ്റിൽ കേട്ടോ. ഇനി അത് കിട്ടണമില്ല. ഇനി നമുക്ക് ഈ പട്ടയും കൂടി ഒന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വെള്ളം കൂടി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റായി. ഫ്രണ്ട് ഭാഗം സെറ്റ് ആയിരുന്നു കേട്ടോ. നമുക്കിനി വെള്ളം കൂടി ഒന്ന് ഒഴിക്കാം. ഇത് ഇവിടെ ഒന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെ ഓടി വരണ്ടല്ലോ. ഇനി പെട്ടെന്ന് ഇത്ര നീണ്ടോ? ഇവിടെ വെച്ചാൽ റെഡിയില്ലേ? ഒറ്റൊരു ബക്കറ്റും കൂടി മതി. അതോടെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വാതിൽ വെക്കണം ഗൈസ്. വാതിൽ ഇത് കൂടി ഒറ്റൊന്നും കൂടി വെച്ച് സൈഡിലേക്ക്. ഓക്കെ, നമ്മളവിടെ വെച്ച ടോർച്ചൊക്കെ ഒലിച്ചു പോയി. ഇനി നമുക്ക് ഇതെന്താ ഇവിടെ ഇങ്ങനെ നമുക്ക് റെഡിയാക്കുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ വെക്കുക. ഇനി ഇത് കോരി നോക്കട്ടെ. ഇവിടുത്തെ വെള്ളം റെഡിയായോ? റെഡിയായില്ല ഗൈസ്. ഇനി ഇത് ഇവിടെ തന്നെ വയ്ക്കാം. ഇവിടെ നമുക്കൊരു ബ്ലോക്ക് വെച്ച് നോക്കിയാലോ. നമ്മൾ സ്റ്റോൺ എടുത്തിട്ട് ഇവിടെ ഒന്ന് വെച്ച് നോക്കുക. റെഡി ആയില്ലേ? ഇനി ഇത് പൊട്ടി കഴിഞ്ഞു. ഓക്കെ, സെറ്റായി. ഇനി നമുക്ക് വാതിൽ വെക്കണം. ഇതിനായിട്ട് നമ്മൾ വാതിൽ ഉണ്ടാക്കണം. നമ്മളടുത്ത് വാതിലുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കാം. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം 3 കിട്ടും. ഒറ്റൊന്നും ഉണ്ടാക്കി 3 കിട്ടും. ഇനിയും ബ്ലാങ്ക് വേണം. ഓക്കെ, 3. ഇത് നേരെ എടുക്കുക. നമ്മൾ കയ്യിലോട്ട് വെച്ചിട്ട് പോയിട്ട് വെക്കാം. എക്സ്ട്രാ ഒന്നും ഉണ്ടാവും. ഇനി ഇത് ഇവിടെ ഒന്നും. ഓക്കെ, നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം സെറ്റായിട്ട്. ഇനി ഈ ഡോറിൻ്റെ മേലെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. വുഡ് എടുത്തിട്ട് ഇവിടെ വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ വെക്കാൻ പറ്റാൻ ചാൻസ് ഇല്ല. അവിടെ വെക്കാൻ പറ്റില്ല. ഇനി നമുക്ക് എന്തായാലും ഈ വുഡ് ഇവിടെയും വെക്കാൻ പറ്റില്ല. ഇനി ഇത് തുറന്ന് ഉള്ളിൽ കയറേണ്ടി വരുമോ? ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഈ വുഡ് എടുത്ത് ഇവിടെ വെക്കാം. ഉള്ളിലാണ് വീണെ. ഇങ്ങനെ നല്ലതാ. ഇങ്ങനെ ഇങ്ങോട്ട് ബാക്കോട്ട് എന്നിട്ട് ഇവിടെ ഒന്ന്. ഇനി ഇത് ആവശ്യമില്ല. ഇനി നമുക്ക് സൈഡിലോട്ട് ഇങ്ങനെ വെച്ചാൽ മതി. പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ തെറ്റി. ഇനി ഇത് പൊട്ടിക്കുക. എന്നിട്ട് നേരെ മേലേക്ക് വെക്കണം. മേലേക്ക് നോക്കിയിട്ട് സൈഡിൽ ഇങ്ങനെ വെച്ചാൽ റെഡി ആവണില്ലല്ലോ. ഒന്നും കൂടി പൊട്ടിച്ചിട്ട് ഉള്ളിൽ കയറി ട്രൈ ചെയ്യണം.
ഉള്ളിൽ കയറിയിട്ട് വെച്ചോ കേസ്. പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ റെഡി ആവുന്നില്ലല്ലോ എന്തത് കേസ്. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ആ സൈഡിലോട്ട് വെക്കാം. എന്നാൽ മേൽഭാഗം സൈഡ് ഭാഗം ഒരേപോലെ ആയില്ലേ. അതാ അതിൻ്റെ ഇടയിൽ അവിടെ ഇതായി. ഈ പ്ലാങ്ക് എടുത്തിട്ട് അവിടെ കേസ് എടുത്തിട്ട് ഓക്കെ. ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ട്, അതും കൂടി ഒന്ന് എടുക്കട്ടെ. ഓക്കെ, നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇവിടെ പിന്നെ എന്തായാലും നമുക്ക് ബാക്കിയുള്ളതൊക്കെ അടുത്ത പാർട്ടിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടിൽ ബൈ ബൈ.